everyone, ഈ വീഡിയോയിൽ കേരള സെറ്റ് ജനറൽ പേപ്പറിലെ യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും 2022 ജനുവരി സെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് നമ്മൾ ചെയ്യുന്നത്. സോ ബേസിക്കലി സെറ്റിൻ്റെ ജനറൽ പേപ്പർ നിങ്ങൾ കൺസിഡർ ചെയ്താൽ 6 യൂണിറ്റുകളാണ് നമുക്ക് അതിനകത്തുള്ളത്. ഓരോ യൂണിറ്റിൻ്റെയും അടിയിൽ നമുക്ക് സർട്ടൻ മൊഡ്യൂൾസും ഉണ്ടാവും. സോ അതിലെ 4ാമത്തെ യൂണിറ്റാണ് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിൽ ബേസിക്കലി നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. We have philosophical foundations, sociological foundations, psychological foundations, and finally history and policies of education. So, ഈ 4 മൊഡ്യൂളുകളിൽ നിന്നായി 2022 ജനുവരി കേരള സെറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചില സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ദർ എക്സ്പ്ലനേഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാം. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Whose words are these? Reality is created by mind, so we can change our reality by changing our mind. സോ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏത് മൊഡ്യൂളിൽ നിന്നായിരിക്കും കിട്ടിയിരിക്കുന്നത്? സോ ദിസ് ഇസ് ബേസിക്കലി ഫ്രം ദ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ്. സോ നമുക്ക് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ മൈൻഡ്, സോ വി ക്യാൻ ചേഞ്ച് അവർ റിയാലിറ്റി ബൈ ചേഞ്ചിങ് അവർ മൈൻഡ്. ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സോ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഏത് ഇസം അല്ലെങ്കിൽ ഏത് ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൽ നിന്നും ഏത് വ്യക്തിയാണ് ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ വ്യക്തിയുടെ പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. സോ ബേസിക്കലി ഈ ഒരു ഐഡിയ റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ മൈൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡിയാസ് ആണ് റിയാലിറ്റീനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ള ആശയം ഐഡിയ കൊണ്ടുവന്നത് ഐഡിയലിസം ആണ്. സോ ബേസിക്കലി ഇറ്റ്സ് എൻ ഏൻഷ്യന്റ് വെസ്റ്റേൺ ഫിലോസഫി. സോ ഇവിടെ പറയുന്നത് എന്താ? ഐഡിയലിസം ആസ് എ ഫിലോസോഫിക്കൽ അപ്രോച്ച് ദാറ്റ് ഹാസ് ഇറ്റ്സ് സെൻട്രൽ ടെനറ്റ് ദാറ്റ് ഐഡിയാസ് ആർ ദി ഓൺലി റിയാലിറ്റി, ദ ഓൺലി തിങ് വർത്ത് നോയിങ്. സോ ബേസിക്കലി പറഞ്ഞ ഇവിടെ ഐഡിയലിസം എന്താ ഫോക്കസ് ചെയ്യുന്നത്? റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിലാണ് ഇരിക്കുന്നത്. സോ ബേസിക്കലി മെറ്റീരിയൽ വേൾഡിനപ്പുറത്ത് ഒരു സ്പിരിച്വൽ വേൾഡിനെ എംഫസൈസ് ചെയ്യുന്ന ഒരു ഇസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിലോസഫിയാണ് ഐഡിയലിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇറ്റ് സീക്സ് ടു ഓഫർ എൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ മാൻ ആൻഡ് ദ യൂണിവേഴ്സ് ഇൻ ടേംസ് ഓഫ് സ്പിരിറ്റ് ഓർ മൈൻഡ്. സോ സ്പിരിറ്റ്, മൈൻഡ് ഈ തലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് ഈ പറയുന്ന മാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെയുള്ള ആശയങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫിലോസോഫിക്കൽ സ്കൂളാണ് ഐഡിയലിസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഗോഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ഐഡിയലിസം വിശ്വസിക്കുന്നു. സോ ദ യൂണിവേഴ്സ് ഇസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞതുപോലെ മെറ്റീരിയൽ വേൾഡിനേക്കാളും സ്പിരിച്വൽ വേൾഡ് ആണ് സുപ്പീരിയർ എന്ന് പറയുന്നൊരു ആശയം ഐഡിയലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ വാല്യൂസിനെ കുറിച്ചുള്ള ഇവരുടെ ഒരു ധാരണ എന്താണ്? വാല്യൂസ് ആർ അബ്സല്യൂട്ട് ആൻഡ് ഫിക്സ്ഡ് വാല്യൂസ് ആണ്. ശരി ഏത് തെറ്റേത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഫിക്സ്ഡ് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂസ് ആണുള്ളത്. ഇത്തരത്തിലൊക്കെയുള്ള ചിന്തകളാണ് ഐഡിയലിസത്തിൽ ബേസിക്കലി വരുന്നത്. അപ്പോൾ ഇവിടെ മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത കാര്യം എന്താ? ഐഡിയാസ് ആണ് റിയാലിറ്റീനെ മേക്കപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡിയാസ് ആർ ദി ഓൺലി റിയാലിറ്റി, ദ ഓൺലി തിങ് വേർത്ത് നോയിങ് എന്നുള്ളതാണ് ഐഡിയലിസം പറയുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ചിന്താധാരയുമായി അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫിലോസഫേഴ്സ് ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫർ എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. സോ പ്ലേറ്റോ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സ് ഹു ഹാസ് സപ്പോർട്ടഡ് ദിസ് ഐഡിയ ഓഫ് ഐഡിയലിസം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതും അത് തന്നെയായിരിക്കും. ഈ ആശയം, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താ? റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ മൈൻഡ്, സോ വി ക്യാൻ ചേഞ്ച് അവർ റിയാലിറ്റി ബൈ ചേഞ്ചിങ് അവർ മൈൻഡ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ മൈൻഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിയാലിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മൈൻഡിലൊരു ചേഞ്ച് കൊണ്ടുവരും. ഇഫ് ആ മൈൻഡ് ചേഞ്ച്, റിയാലിറ്റി അതിൻ്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്യും. ബിക്കോസ് റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ മൈൻഡ്. അതാണ് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ വേർഡ്സ് ആരുടെയാണ്? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പ്ലേറ്റോ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. സോ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഐഡിയലിസം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലോസഫിയെക്കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ലഭിച്ചു. അത് മാത്രമല്ല വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ പ്ലേറ്റോയുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ പ്ലേറ്റോയുടെ വേർഡ്സ് ആണ് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടത്. റിയാലിറ്റി ഈസ് ക്രിയേറ്റഡ് ബൈ മൈൻഡ് എന്നുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി ഇറ്റ് സെൽഫ്. സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഗെയിൻ ഇതും ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഈ ഒരു ഏരിയ ഈ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസിലെ എസ്പെഷ്യലി ഈ ഫിലോസഫീസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏരിയ കൺസിഡർ ചെയ്ത വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഏരിയ ആണിത്. ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതുപോലെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തരും. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞിരിക്കുന്ന ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ആരുടെ വാക്കുകളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫിയുമായി റിലേറ്റ് ചെയ്യുന്ന ചില ആശയങ്ങളായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ചില ഫിലോസഫേഴ്സിൻ്റെ പേരുകളും നിങ്ങൾക്ക് അതിനകത്ത് തരും. സോ ഒരു പരിധി വരെ നമുക്ക് ഓൾറെഡി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കോഡ്സും അതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിൻ്റെ ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്തൊരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു പരിധി വരെ ആൻസേഴ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് ഫിലോസഫീസിനെ കുറിച്ചൊരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ ഇത് ഏത് ഫിലോസഫിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാശയമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ഫിലോസഫിക്കൽ സ്കൂൾസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫിലോസഫേഴ്സിനെ കുറിച്ച് കൂടി ഒരു ധാരണ നമുക്ക് ആവശ്യമാണ്. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഫിലോസഫിയുമായി റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലോസഫറിനെ ഓപ്ഷനിൽ നിന്നും കണ്ടെത്തിയാൽ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ടാക്കിൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. സോ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഒരു പെർട്ടിക്കുലർ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ആശയം തരും, അതേത് ഫിലോസോഫിക്കൽ സ്കൂളുമായി നമുക്ക് റിലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കി ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ദ ഫിലോസഫി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ചൈൽഡ് ഇസ്, ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം ആൻഡ് ഫൈനലി റിയലിസം. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ദ ഫിലോസഫി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ചൈൽഡ്, അതായത് കുട്ടിയുടെ നേച്ചറിനനുസരിച്ചായിരിക്കണം എഡ്യൂക്കേഷൻ നൽകേണ്ടത്. ഇത് ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സോ ഒബ്വിയസ്ലി ദ നേച്ചർ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈസിലി അതിനെ എന്തുമായിട്ടായിരിക്കും അസോസിയേറ്റ് ചെയ്യുക? ദാറ്റ് ഇസ് നാച്ചുറലിസം, റൈറ്റ്? സോ നാച്ചുറലിസം ബേസിക്കലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ആ കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി, കുട്ടികളുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ബേസിക് നേച്ചർ അതിനെ നർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോട് എഗ്രി ചെയ്യുന്ന രീതിയിലായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ളതാണ് നാച്ചുറലിസം മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഇപ്പം ബുക്സ് ഇടുന്ന ഒരു ക്ലാസ് റൂമിൻ്റെ അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ളൊരു ഫോർമൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാശയമാണ് നാച്ചുറലിസം എഡ്യൂക്കേഷൻ സെക്ടറിൽ അല്ലെങ്കിൽ ഈ ആസ് എ ഫിലോസഫി അസോസിയേറ്റഡ് ടു എഡ്യൂക്കേഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. സോ കുട്ടികൾ ആണ് അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റി, കുട്ടിയുടെ ടാലൻസ് അല്ലെങ്കിൽ കുട്ടിയുടെ നേച്ചർ അതിനനുസരിച്ച് വേണം കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ മെയിൻ ആയിട്ടും നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ്സ് ഫ്രം ദ നേച്ചർ. നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ വി ആർ ടേക്കിംഗ് നോളജ് ഫ്രം ദി നേച്ചർ. ആ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക എന്നുള്ളൊരാശയം ഇത് മുമ്പോട്ടേക്ക് വെക്കുന്നുണ്ട്. ആൻഡ് ടു ലീവ് ഇൻ ദ നേച്ചർ വിത്തൗട്ട് കൺട്രോൾ എന്നുള്ളൊരാശയം കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ഇങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഒരുപാട് ബൗണ്ടറീസോ ഒരു ക്ലാസ് റൂമിൻ്റെ ഒരുപാട് റെസ്ട്രിക്ഷൻസിനപ്പുറത്ത് നേച്ചറിൽ വളരെ ഫ്രീ ആയി വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് കൺട്രോൾ, ഒരു ഫ്രീഡത്തോടുകൂടി നേച്ചറിൽ അതിനോട് ഇഴുകിച്ചേരുക, അതിൽ നിന്ന് കിട്ടുന്ന നോളജ് സ്വീകരിക്കുക. ആ രീതിയിൽ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഓരോ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് സാധിക്കണം. ആ കുട്ടി എന്താണ്, ആ കുട്ടിയുടെ നേച്ചർ എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസ രീതി, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, ആ കുട്ടിയുടെ ഇൻഡിവിജ്വാലിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നാച്ചുറലിസം മുമ്പോട്ടേക്ക് വെക്കുന്നത്. സോ ദ ഫിലോസഫി ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നേച്ചർ of the child is naturalism. So the right answer for this question is option D.
to the next question. Critical pedagogy was developed as an educational approach by, and we have various options given here. So ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത്. നിങ്ങൾ ഫിലോസഫി ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷനിലെ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഇതെന്താണ്, ഇത് പ്രപ്പോസ് ചെയ്ത ആളാരാണ്, ഇതിൻ്റെ ആശയം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നു. സോ ഇതിൽ നിന്ന് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ എക്സാമിലും സെറ്റ് എക്സാമിൽ പൊതുവെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പരിശോധിച്ചാൽ എല്ലാ എക്സാമിലും തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാ എക്സാമിലും പല രീതിയിലായിരിക്കാം. റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഇതാരാണ് ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഈ ഐഡിയ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് അത് എന്താണ്, എന്ത് തരത്തിലുള്ള ഫിലോസഫിയാണ് എന്നുള്ള രീതിയിൽ ഓപ്ഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആസ് എൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആദ്യം ഈ ഒരു ടേം എന്താണ്, അല്ലെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാരാണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നോക്കിയതിനു ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ ക്രിട്ടിക്കൽ പെഡഗോജി ആസ് എ ടേം വാസ് കോയിൻഡ് ബൈ ബ്രസീലിയൻ എഡ്യൂക്കേറ്റർ, ആക്ടിവിസ്റ്റ് ആൻഡ് തിയറിസ്റ്റ് പൗലോ ഫ്രയർ ഇൻ ഹിസ് വർക്ക് പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ്. 1968 പൗലോ ഫ്രയർ തൻ്റെ ഒരു പുസ്തകം പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് പറഞ്ഞൊരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. അതിലാണ് ഈ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്രിട്ടിക്കൽ പെഡഗോജി ആസ് എ ഫിലോസഫി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ഓർ എ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്ത് വ്യൂസ് ആണ് മുമ്പോട്ടേക്ക് വെക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. സോ ബേസിക്കലി ക്രിട്ടിക്കൽ പെഡഗോജി പറയുന്നത് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ആക്ട് ആണ്. അതായത് വളരെ ന്യൂട്രലായി ടീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നു, കുട്ടികൾ അത് കേൾക്കുന്നു, അങ്ങനെ വളരെ ന്യൂട്രലായി പോകേണ്ടുന്ന ഒരു ആക്ടിവിറ്റി അല്ല ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത്. മറിച്ച് ടീച്ചിങ് ഇൻ ഇറ്റ് സെൽഫ് ആസ് എ പൊളിറ്റിക്കൽ ആക്ട് എന്ന് വെച്ചാൽ എന്താണ്, അതായത് നമ്മളുടെ സമൂഹത്തിലുള്ള വിഷയങ്ങൾ എസ്പെഷ്യലി നമ്മുടെ പവർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യൽ രീതികൾ, ഇപ്പം നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ കൃത്യമായി ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തലമുറയെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പെഡഗോജി മുമ്പോട്ടേക്ക് വെക്കുന്ന ആശയം. കുറേ കാര്യങ്ങൾ പഠിക്കുക, വളരെ പാസീവായിട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല, മറിച്ച് ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ, അപ്പം അങ്ങനെയുള്ള ആളുകൾ പവർ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം അതിനൊക്കെ എതിരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ കൃത്യമായിട്ട് ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്ന സംസാരിക്കുന്ന ആളുകളായിട്ട് വിദ്യാർത്ഥികൾ മാറണം. അപ്പം ആ രീതിയിൽ അവർക്കൊരു ധാരണ അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങളെ കൃത്യമായി ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള രീതിയിൽ അവരെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടീച്ചറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുള്ള പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ചുറ്റുപാടും നടക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറയുന്ന പോലെ ഒപ്രഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പവർ സ്ട്രക്ചേഴ്സ്, ഈ പറയുന്ന പോലെ ചിലർക്ക് അധികാരം ചിലർ അവരുടെ കീഴിലായി പോകുന്ന അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും റിയാക്ട് ചെയ്യാനും കഴിയുന്നത് പോലെ അവരെ കൊണ്ടാവുന്നത് പോലെ ചില കാര്യങ്ങൾ അതിന് വേണ്ടി ചെയ്യാനും ഒക്കെ കുട്ടികളെ എക്വിപ്പ് ചെയ്യാം. സോ അതാണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞത്. സോ ടീച്ചിങ് ആസ് എ പൊളിറ്റിക്കൽ ആക്ട് എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പെഡഗോജി മുമ്പോട്ട് വെക്കുന്ന ആശയം. സോ ക്വസ്റ്റ്യൻ വാസ് റിയലി സിമ്പിൾ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു, ഈ ഒരു കോൺസെപ്റ്റ് ക്രിട്ടിക്കൽ പെഡഗോജി ആസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നുള്ളത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. സോ അത് നമ്മൾ ഓൾറെഡി കണ്ടു. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, പൗലോ ഫ്രയർ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ A. Moving to the next question. The process through which humans engages in a process to realign the culture of its vision, mission and core values to achieve its strategic objectives as. So basically ഇത് ഈ കൾച്ചറുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പം ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ ആദ്യം തന്നെ ഈ യൂണിറ്റ് 4 അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിലെ 4 മൊഡ്യൂൾസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന മൊഡ്യൂളിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ്. അപ്പോൾ സോഷ്യോളജിക്കൽ ഫൗണ്ടേഷനിൽ എഡ്യൂക്കേഷൻ ആസ് എ സോഷ്യൽ പ്രോസസ്സ്, അതുപോലെ കൾച്ചറിൻ്റെ തന്നെ പ്രിസർവേഷൻ എന്താണ്, ട്രാൻസ്മിഷൻ എന്താണ്, ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അങ്ങനെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വിവിധ ആശയങ്ങൾ, ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസിൽ പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഓരോ ഓപ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, കൾച്ചറൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മളുടെ
കൾച്ചർ ആസ് എ സൊസൈറ്റി നമുക്ക് നമ്മളുടേതായിട്ടുള്ള വാല്യൂ സിസ്റ്റം ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. അപ്പം അതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കൾച്ചർ പ്രിസർവേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഓർ ആക്ഷൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടു കൾച്ചർ. അപ്പോൾ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുള്ള ട്രഡീഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മുടെ ബിലീഫ്സ്, നമ്മൾ ഒരു ഹെറിറ്റേജ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കസ്റ്റംസ്, ഇതെല്ലാം പ്രിസർവ് ചെയ്യുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് കൾച്ചറൽ പ്രിസർവേഷൻ. കൾച്ചറൽ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പ്രിസർവ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് ഇത് കൈമാറപ്പെടണം. അതായത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സിസ്റ്റം, നമ്മൾ ആസ് എ സൊസൈറ്റി നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമ്മൾ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ അടുത്ത തലമുറയിലേക്ക്, ദ നെക്സ്റ്റ് ജനറേഷൻ, അവരിലേക്ക് ഈ കൾച്ചറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഇസ് കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഇനി കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമുക്ക് ഈ ക്വസ്റ്റനിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദ പ്രോസസ് ത്രൂ വിച്ച് ഹ്യൂമൻസ് എൻഗേജസ് ഇൻ എ പ്രോസസ് ടു റീഅലൈൻ the culture of its vision, mission and core values to achieve its strategic objectives. അതായത് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റീഅലൈൻ ചെയ്യുക, അതിൽ വേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരിക കാലത്തിനനുസരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അതിൽ നിന്നും നമ്മളുടെ കൾച്ചറൽ വാല്യൂസിൽ നിന്ന് മാറിയാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കോർ വാല്യൂസിൽ നിന്ന് നമ്മൾ മാറിയാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായി അതിനെ റീഅലൈൻ ചെയ്ത് ആ ശരിയായ രീതിയിൽ നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുന്ന കീ അല്ലെങ്കിൽ കോർ ആയിട്ടുള്ള അതിൻ്റെ വിഷൻ എന്താണ്, ആസ് എ സൊസൈറ്റി നമ്മളുടെ കൾച്ചറിലൂടെ നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതിലേക്ക് തീർച്ചയായിട്ടും കാര്യങ്ങളൊന്ന് റീഅലൈൻ ചെയ്യുക എന്നുള്ളതാണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ടേമും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ദാറ്റ് ഇസ് കൾച്ചറൽ ലാഗ്. കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ആസ് എ സൊസൈറ്റി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൾച്ചറിൽ വരുന്ന ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മളുടെ അടുത്തേക്ക് വരുവാണെന്ന് വിചാരിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചില ഐഡിയാസും നമ്മൾ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഈ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഓരോ നാൾ കഴിയും തോറും മോഡേണൈസ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ ഐഡിയാസ് എന്താണ്? നമുക്ക് ചില ധാരണകൾ ചില കാര്യങ്ങളെക്കുറിച്ചുണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ടെക്നോളജിക്കലി അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന ഈ ഒരു വളരെ വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഈ പറയുന്നൊരു ഇംപ്രൂവ്മെൻറ്റ്, മോഡേണൈസേഷൻ ഒന്നും നമ്മളുടെ ചിന്താഗതിയുമായിട്ട് ചേർന്ന് പോകാതെ ചില സിറ്റുവേഷൻസ് വരും. അതിനെയാണ് ഈ കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഈ കൾച്ചറൽ ലാഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, കൾച്ചറിൻ്റെ തന്നെ ചില പാർട്സ് വളരെ ഫാസ്റ്ററായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇറ്റ്സ് മൂവിങ് ഫോർവേഡ്, വേറസ് കൾച്ചറിൻ്റെ മറ്റു ചില പാർട്സ് എന്താണ്, ഇറ്റ്സ് ലാഗിങ് ബിഹൈൻഡ്. അതാണ് ഈ കൾച്ചറൽ ലാഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറിൻ്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഫോർ എക്സാമ്പിൾ നമുക്ക് മെറ്റീരിയൽ കൾച്ചറുമുണ്ട്, നോൺ മെറ്റീരിയൽ കൾച്ചറുമുണ്ട്. അപ്പോൾ അതിനകത്ത് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ആയിട്ട് ഇവിടെ വരുന്ന ഡെവലപ്മെൻറ്റ്സ്, ലെറ്റ്സ് സേ ടെക്നോളജിക്കൽ ആയിട്ടുള്ളതായിരിക്കാം, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വശത്തുണ്ട്. അതുപോലെ തന്നെ ഐഡിയാസ്, നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ നോൺ മെറ്റീരിയൽ കൾച്ചറിനകത്ത് വരുന്നത്. സോ ആ ടൈംസ് എന്താ സംഭവിക്കുന്നത്? ഈ മെറ്റീരിയൽ കൾച്ചർ, അതായത് ടെക്നോളജീസ് വരുന്നു, പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുന്നു, അതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നാളുകൾ കഴിയും തോറും മോഡേണൈസേഷൻ സംഭവിക്കുന്നു. ആ ഒരു ആസ്പെക്ട് ഓഫ് ദ കൾച്ചർ ഇസ് മൂവിങ് ഫോർവേഡ് വെരി റാപ്പിഡ്ലി. പക്ഷേ നമ്മളുടെ ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഐഡിയാസ്, അത് ശരിക്കും പറഞ്ഞാൽ ഈ മെറ്റീരിയൽ കൾച്ചർ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത് പോലെ അതിനനുസരിച്ച് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആ മേഖലയിൽ ഉണ്ടാവുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ ഈ ഐഡിയാസ് അതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ വരുന്ന പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ, ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നമ്മളുടെ ചിന്താഗതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ലെന്ന് വിചാരിക്കും. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ആ രീതിയിൽ വരുന്ന ആ ഒരു വി ആർ ലാഗിങ് ബിഹൈൻഡ് അല്ലേ, ആ ഒരു ആസ്പെക്റ്റിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പുതുതായിട്ട് നമുക്ക് ചില നോഷൻസ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെ ചില കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ കുറച്ച് ഐഡിയാസ് നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് നടക്കുകയാണ്. അപ്പം നമ്മൾ ഓരോ കാലം കഴിയും തോറും എഡ്യൂക്കേഷൻ സെക്ടറിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്നു, പുതിയിട്ടുള്ള മോഡേൺ ടെക്നോളജീസ് നമ്മൾ എഡ്യൂക്കേഷനിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ ആ ഒരു സെക്ടർ ഇങ്ങനെ മുമ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വരുന്ന ഡെവലപ്മെൻറ്റിനെ അതുപോലെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് നമ്മളുടെ ചിന്താഗതിക്ക് സാധിക്കാതെ വന്നാലോ, നമ്മുടെ ഈ ഐഡിയാസ് ഈ തരത്തിൽ ആ മേഖലയിൽ ഉണ്ടാവുന്ന മെറ്റീരിയൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റിനെ അതുപോലെ തന്നെ ഉൾക്കൊള്ളാനായിട്ട് നമ്മളുടെ ഈ നോൺ മെറ്റീരിയൽ കൾച്ചർ, നമ്മുടെ ചിന്താഗതിക്കോ ഐഡിയാസിനോ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്കോ ഒന്നും പറ്റാതെ വന്നാലോ,
അവിടെ എന്ത് സംഭവിക്കും? ഒരു ലാഗ് സംഭവിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിവേ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ പ്രോസസ് ത്രൂ വിച്ച് ഹ്യൂമൻസ് എൻഗേജസ് ഇൻ എ പ്രോസസ് ടു റീഅലൈൻ ദ കൾച്ചർ ഓഫ് ഇറ്റ്സ് വിഷൻ, mission and core values to achieve its strategic objectives. So basically we are realigning the culture and vision, mission, core values അതിനെയൊക്കെ realign ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് cultural transformation. So the right answer for this question is obviously option D. Moving to the next question, 3-star memory model was proposed by. സോ ഇത് ഏത് മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്? സോ ബേസിക്കലി നമ്മൾ ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ നിന്നൊരു കുറച്ച് ക്വസ്റ്റൻസ് നമ്മൾ കണ്ടു. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആയിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്. ദെൻ വി ഹാവ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ്. സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസിനകത്ത് ഒരുപാട് ആശയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരുപാട് തിയറീസ് നമുക്ക് അതിനകത്ത് ഫോക്കസ് ചെയ്യാനായിട്ടുണ്ട്. ലെറ്റ്സ് സേ പേഴ്സണാലിറ്റി അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ മെമ്മറി ആൻഡ് ഫോർഗെറ്റിംഗ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ദെൻ ഇൻ്റലിജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇങ്ങനെ പല ആശയങ്ങളാണ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസിൻ്റെ ഭാഗമായി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ എനിവേ ഈ ക്വസ്റ്റൻ നിങ്ങൾ നോക്കിയാൽ ഇത് മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. വളരെ സ്പെസിഫിക് ഒരു തിയറിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. യൂഷ്വൽ കേസിൽ അത് നമുക്ക് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറിയാണ് ഇവിടെ അവർ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിരിക്കുന്നത്. സോ 3-star മെമ്മറി മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ. സോ നമുക്ക് നോക്കാം ഈ 3-star മെമ്മറി മോഡൽ അഥവാ മൾട്ടി-സ്റ്റാർ മോഡൽ ഓഫ് മെമ്മറി എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആണെന്ന് നോക്കാം. അതിനുശേഷം ഈ ക്വസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദ മൾട്ടി-സ്റ്റാർ മെമ്മറി മോഡൽ ഓർ ദ മോഡൽ ഓഫ് മെമ്മറി വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് ദ മോഡൽ was proposed by Richard Atkinson and Richard Shiffrin. So basically ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന അറ്റ്കിൻസണും ഷിഫ്രിനുമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ മോഡൽ. ഇതിനകത്ത് ബേസിക്കലി പറഞ്ഞാൽ 3 സ്റ്റോഴ്സ് അല്ലെങ്കിൽ മെമ്മറീനെ തന്നെ 3 സ്റ്റോഴ്സ് ആയിട്ടാണ് അറ്റ്കിൻസണും അതുപോലെ തന്നെ ഷിഫ്രിനും എന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 3 സ്റ്റോഴ്സ് എന്ന് പറയുന്നത്? അതാണ് ഈ മൾട്ടി സ്റ്റാർ മോഡൽ അല്ലെങ്കിൽ 3-star മെമ്മറി മോഡൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സോ എന്തൊക്കെയാണ് അതിനകത്ത് ബേസിക്കലി വരിക? വി ഹാവ് സെൻസറി രജിസ്റ്റർ, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. അപ്പം ഇതിനകത്ത് ഓരോന്നിനകത്ത് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താ? സെൻസറി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചുറ്റുപാടും കാണുന്ന നമ്മുടെ ഈ സെൻസസിലൂടെ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ചുറ്റുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റൂമിലുള്ള കേർട്ടൻ മേ ബി അത് ഒന്ന് ജസ്റ്റ് കാറ്റിൽ ചലിക്കുന്നുണ്ടാവാം, മേ ബി ഫാൻ കറങ്ങുന്നുണ്ടാവും, അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മേ ബി നിങ്ങളിപ്പോൾ നോട്ട്സ് ഒക്കെ എഴുതി എടുക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നോട്ട്സ് ഒക്കെ എഴുതുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നോട്ട്സിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പേപ്പേഴ്സ് ചിലപ്പം ജസ്റ്റ് അനങ്ങുന്നുണ്ടാവും അല്ലേ. ഫാനൊക്കെ ഇട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ പേപ്പേഴ്സ് മേ ബി ഒന്ന് ജസ്റ്റ് അനങ്ങുന്നുണ്ടാവും, അതിന് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് കംപ്ലീറ്റ്ലി അങ്ങ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങ് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പോലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ജസ്റ്റ് മൈന്യൂട്ട് ഒരു സെക്കൻഡിൻ്റെയും ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പോർഷനിൽ നമ്മൾ കണ്ട് പോകുന്ന അല്ലെങ്കിൽ കേട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ സെൻസറി രജിസ്റ്ററിൽ വരുന്നത്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ്സ് തുടങ്ങി ചില മിനിറ്റ്സ് വരെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഓർത്ത് വെക്കുന്ന കാര്യങ്ങളെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്കൊരു കാര്യം കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ സെക്കൻഡ്സ് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങി കുറച്ചും കൂടെ സമയം വേണമെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിക്കാം എന്ന് പറഞ്ഞു. അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്നൊരു ഫോൺ ചെയ്യണം എന്ന് വിചാരിക്കും. ഒരു ഫോൺ ചെയ്യണം. ആ ഒരു ഫോൺ കോളിന് ആ നമ്പർ നമുക്കൊന്ന് ഓർമ്മയിൽ വെക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് ആ നമ്പർ 1-2 തവണ ഒന്ന് പറഞ്ഞു നോക്കി നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുന്നു. നമ്മുടെ മനസ്സിൽ റിഹേഴ്സ് ചെയ്യാണ്, നമ്മൾ പറഞ്ഞു നോക്കുകയാണ് അല്ലേ. നമ്മളതിനെ ഒന്ന് പറഞ്ഞു നോക്കുന്നു, പെട്ടെന്ന് തന്നെ ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോണിലടിക്കുന്നു, വിളിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അടുത്ത ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക ആ നമ്പർ ഒന്ന് പറയാമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റി എന്ന് വരില്ല. സോ അതിനെയാണ് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയത്തേക്കൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പം അവിടെ ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ കുറച്ചും കൂടെ, അതായത് അതിൻ്റെ ഒരു കപ്പാസിറ്റീനെക്കാളും കുറച്ചും കൂടെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, കുറച്ച് നേരം കൂടെ ഒന്ന് ഓർത്ത് വെക്കണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസിനെയാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മൂന്നാമത്തെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ അവസാനം ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെമ്മറി ഏതാണ്? ദാറ്റ് ഈസ് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിൽ എന്താണ്? കുറച്ചും കൂടെ അല്ലേ, കുറച്ച് കാലത്തേക്ക് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റിഹേഴ്സലിനെ ഇലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയും. ഷോർട്ട് ടേം മെമ്മറിയിൽ ഒരു കാര്യം നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത് മെയിൻ്റനൻസ് റിഹേഴ്സലാണ്. ലോങ് ടേം മെമ്മറിയിലാണ് ആ രീതിയിൽ നമുക്കൊരു കാര്യം
കൃത്യമായിട്ട് ഓർമ്മയിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഒരു ഫോർ എ പീരീഡ് ഓഫ് ടൈം നമുക്കത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് എസ് ഇലാബറേറ്റീവ് റിഹേഴ്സൽ. സോ ഇവിടുത്തെ പ്രത്യേകത എന്താ, നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ആവശ്യാനുസരണം നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് കൊണ്ട് നമുക്ക് ഓർത്തെടുത്ത് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടെ പീരീഡ് ഓഫ് ടൈമിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ലോങ് ടേം മെമ്മറിയിൽ വരുന്നത്. സോ ബേസിക്കലി ഇതാണ് ഈ മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി, അല്ലെങ്കിൽ ആറ്റ്കിൻസണിന്റെയും ഷിഫ്രിന്റെയും ഈ 3 സ്റ്റോർ മോഡൽ മെമ്മറി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള 3 സ്റ്റോർസ് ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ദാറ്റ് ഇസ് സെൻസറി രജിസ്റ്റർ, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. സോ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 3 സ്റ്റോർ മെമ്മറി മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ. സോ ഫ്രം വാട്ട് വി ഹാവ് ലേൺ സോ ഫാർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. That is option A, Atkinson and Shiffrin. So the right answer for this question is obviously option A. Moving to the next question. The act of doing something without any obvious external rewards and because of inherent interest is. So basically ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ മോട്ടിവേഷൻ അതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. മെമ്മറി നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇന്റലിജൻസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. സോ ബേസിക്കലി ഈ ക്വസ്റ്റനും ആ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ തന്നെ ചോദിച്ചിരുന്ന ക്വസ്റ്റൻ ആണ്. ആൻഡ് ഏരിയ അല്ലെങ്കിൽ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ടോപ്പിക് മോട്ടിവേഷൻ. സോ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഈ മോട്ടിവേഷനെ തന്നെ ജനറലി നമുക്ക് 2 കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ 2 ടൈപ്സ് ആയിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. The first one is intrinsic motivation and the second one is extrinsic motivation. So intrinsic motivation എന്ന് പറഞ്ഞാൽ എന്താ, അതിനെ ഒരു ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറഞ്ഞാൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ദ മോട്ടിവേഷൻ ദാറ്റ് കംസ് ഫ്രം വിത്തിൻ, നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന മോട്ടിവേഷനാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാം. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കാരണം മൂലം നമ്മൾക്കുണ്ടാവുന്ന മോട്ടിവേഷൻ, ദാറ്റ് ഇസ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. സോ ബേസിക്കലി ഇവിടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, യു എൻഗേജ് ഇൻ ആൻ ആക്ടിവിറ്റി സോൺലി ബിക്കോസ് യു എൻജോയ് ഇറ്റ് ആൻഡ് ഗെറ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞാൻ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഈ കാര്യം ചെയ്യുന്നതിൻ്റെ കാരണം എനിക്കത് സന്തോഷം തരുന്നുണ്ട്, അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു കാര്യങ്ങളും അല്ല എന്നെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. മറിച്ച് എന്താ, ഞാൻ ഈ കാര്യം ചെയ്യുന്നു ബിക്കോസ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്, എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് ഈ കാര്യം ചെയ്യുന്ന സമയത്ത്, ഐ എം റിയലി സാറ്റിസ്ഫൈഡ്. സോ ആ ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എനിക്ക് ലഭിക്കുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നെ ഈ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും, ഇൻട്രിൻസിക്കലി നമ്മൾ മോട്ടിവേറ്റഡ് ആണെന്ന് പറയും. അപ്പോൾ അതെന്താണ്, ഇന്റേണലി റിവാർഡിങ് ആണ്, നമുക്ക് സ്വന്തമായിട്ട് ഒരു സന്തോഷം ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ യു ഡു ദ ആക്ടിവിറ്റി ബിക്കോസ് ഇറ്റ്സ് internally rewarding. So the goals come from within and the outcomes satisfy your basic psychological needs for autonomy, competence and relatedness. So basically ഇവിടെ എന്താ, നമ്മുടെ ബേസിക് സൈക്കോളജിക്കൽ നീഡ്സിനെയാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മളുടെ ഒരു ഓട്ടോണമി അല്ലെങ്കിൽ കോമ്പിറ്റൻസ് അങ്ങനെയുള്ള നമ്മളുടെ സൈക്കോളജിക്കൽ ആവശ്യങ്ങളെ നീഡ്സിനെയാണ് ഇത് കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇന്റേണലി റിവാർഡിങ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു കുട്ടി പറയാണ് എനിക്ക് ബൈസൈക്കിൾ ഓടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യം എന്താണ്, ആ കുട്ടി എന്തുകൊണ്ടാണ് ആ ബൈസൈക്കിൾ ഓടിക്കുന്നത്, ആ കുട്ടിക്ക് ആ ഒരു ആക്ടിവിറ്റി അത് ഓടിക്കുന്നത് ആ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു സന്തോഷം കൊടുക്കുന്നുണ്ട്, അല്ലാതെ എക്സ്റ്റേണലി ആരെങ്കിലും പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ടല്ല കുട്ടി അത് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി പറയുകയാണെങ്കിൽ ഐ ലവ് ഡാൻസിങ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആ കൊച്ച് എപ്പോഴും ഭയങ്കര പാട്ടൊക്കെ കണ്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡാൻസ് ഒക്കെ കൊച്ച് തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി അതെന്താ, ആ കുട്ടിക്ക് അതൊരു സന്തോഷം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് ചെയ്യുന്നത്. ഏതെങ്കിലും കോമ്പറ്റീഷനിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ട്രോഫി മേടിക്കാനോ ഒന്നും ആയിരിക്കില്ല കുട്ടി അത് ചെയ്യുന്നത്, മറിച്ച് എന്താ, ആ ഒരു ആക്ടിവിറ്റി ഇൻ ഇറ്റ്സെൽഫ് ആ കുട്ടിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു എൻജോയ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ അതിനെ ഇന്റേണലി റിവാർഡിംഗ് ആയിട്ടൊരു ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ എന്താ, ദ ചൈൽഡ് ഇസ് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ റിവാർഡ് കിട്ടുന്നത് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The goals here are focused on an outcome and don't satisfy your basic psychological needs. The goals involve external gains such as money, fame, power, or avoiding consequences. So basically ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു കോമ്പറ്റീഷൻ ഉണ്ട്, അപ്പോൾ ആ കോമ്പറ്റീഷനിൽ നമുക്ക് എന്തായാലും അതിൻ്റെ മെഡൽ അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ ഗോൾ, ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മോട്ടിവേഷൻ എവിടെ നിന്നാണ് വരുന്നത്? ആ ലാസ്റ്റ് ഡേ ആ കോമ്പറ്റീഷൻ കഴിയുമ്പോൾ ആ ട്രോഫി നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലേ, അതാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും സെറ്റിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ കൃത്യമായി പഠിക്കുന്നു, നിങ്ങൾ നല്ലൊരു ഇൻപുട്ട് ഇടുന്നുണ്ട്, സമയം നന്നായി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാം. പക്ഷെ സ്റ്റിൽ നിങ്ങൾ എന്താ വളരെ ഫോക്കസ്ഡ് ആയി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നന്നായി കഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കാം. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഡ്രീമാണ്, നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കണം, ആ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സെറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശം, അത് ക്വാളിഫൈ ചെയ്യുന്ന ആ ഒരു ഡ്രീം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ഓരോ ദിവസവും ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പഠിക്കുക എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇൻ ഇറ്റ് സെൽഫ് ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അവിടെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആസ്പെക്ട് എന്താണ്? സെറ്റ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നു എന്നുള്ള ആസ്പെക്ട് ആണ്. സോ ഇറ്റ് ഈസ് എക്സ്ട്രിൻസിക്ലി മോട്ടിവേറ്റഡ് അല്ലേ. അപ്പം നിങ്ങൾ അങ്ങനെ പുറത്തുനിന്നുള്ള ഒരു ഗോളാണ് നിങ്ങളൊരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആക്ട് ഓഫ് ഡൂയിങ് സംതിങ് വിത്തൗട്ട് എനി ഒബ്വിയസ് എക്സ്റ്റേണൽ റിവാർഡ്സ് ആൻഡ് ബിക്കോസ് ഓഫ് ഇൻഹെറന്റ് ഇൻട്രസ്റ്റ്സ്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തെങ്കിലും ഒരു പുറത്തുനിന്നുള്ളൊരു റിവാർഡ് നിങ്ങൾക്ക് കിട്ടുമെന്നതുകൊണ്ടല്ല, മറിച്ച് ഇൻഹെറന്റ് ആയിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, ആ കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് നിങ്ങളെ ഒരു കാര്യം ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ മോട്ടിവേഷനെ എന്ത് വിളിക്കാം? സോ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി എക്സ്റ്റേണൽ റിവാർഡ്സ് ബട്ട് ഓഫ് ഇൻഹെറന്റ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് intrinsic motivation. Inherent interest ആണ്, so that is intrinsic motivation. So the right answer for this question is obviously option D. Moving to the next question, structure of intellect was proposed by which psychologist? So again ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് when it comes to this unit 4 of Kerala set general paper. സോ ഈ ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വിഷയം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ഇൻ ഇറ്റ് സെൽഫ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പല തരത്തിലുള്ള തിയറീസ് പല രീതിയിൽ പല ആളുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ മേജർ ആയിട്ടുള്ള എല്ലാ തിയറീസും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന തിയറിയാണ്. അപ്പോൾ ഇത് ബേസിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് JP ഗിൽഫോർഡ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്താണ്, ഈ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് എന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ക്വസ്റ്റിലേക്ക് വരാം. സോ ഇൻ്റലിജൻസ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം ഒരു പെർട്ടിക്കുലർ കാര്യത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. ഒരൊറ്റ എബിലിറ്റീനെ കാണിച്ചിട്ട് ഓക്കെ ഇതാണ് ഇൻ്റലിജൻസ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻ്റലക്ച്വൽ എബിലിറ്റീസിനെ അല്ലെങ്കിൽ ഒരുപാട് ഇൻ്റലക്ച്വൽ എബിലിറ്റീസിനെ കൂടിച്ചേരുന്നതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ആശയം എന്നാണ് അദ്ദേഹം പറയുന്നത്. He first proposed a model with 120, then 150 and finally 180 independently operating factors in intelligence. അതായത് ഇൻ്റലിജൻസിൽ അല്ലെങ്കിൽ ഇൻ്റലിജൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏകദേശം 120ഓളം ഓപ്പറേറ്റിംഗ് ഫാക്ടേഴ്സ് അദ്ദേഹം ആദ്യം പ്രപ്പോസ് ചെയ്ത് അതിലൂടെ അദ്ദേഹം ഒരു മോഡൽ പ്രപ്പോസ് ചെയ്യുന്നു. അതിനുശേഷം 150 ആൻഡ് ഫൈനലി 180 ഓപ്പറേറ്റിംഗ് ഫാക്ടേഴ്സ് അദ്ദേഹം ഇൻ്റലിജൻസ് എന്ന ആശയവുമായി ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. And he also proposed a 3-dimensional model according to which every intellectual activity can be described in terms of 3 basic parameters. So ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു 3-dimensional മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെമ്മറി, കോഗ്നിഷൻ അങ്ങനെയുള്ള നമ്മളുടെ എല്ലാ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസിനെ 3 ബേസിക് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അത് വിശദീകരിക്കാനായിട്ട് ഒരു 3-dimensional മോഡൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ഇതാണ് ആ 3-dimensional മോഡൽ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല 3 ബേസിക് പാരാമീറ്റേഴ്സ് ഇവിടെ നിങ്ങൾക്കുണ്ട്: കോണ്ടന്റ്സ്, പ്രോഡക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ്. സോ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് തിങ്കിങ് ആണ്. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ വരാം? ഇവാലുവേഷൻ വരാം, മെമ്മറി വരാം, കൺവെർജന്റ് പ്രൊഡക്ഷൻ, ഡൈവേർജന്റ് പ്രൊഡക്ഷൻ, കോഗ്നിഷൻ. അങ്ങനെ നമ്മൾ ആക്റ്റീവ് തിങ്കിങ് ആണ് ഓപ്പറേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വി ഹാവ് കോണ്ടന്റ്സ്. കോണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേംസ് ഇൻ വിച്ച് വി തിങ്ക്, വിഷ്വൽ, ഓഡിറ്ററി, സിംബോളിക്, സെമാൻറ്റിക്, ബിഹേവിയറൽ. അതായത്
എങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നു, എന്തിനെ ബേസ് ചെയ്ത് നിങ്ങൾ ചിന്തിക്കുന്നു, അതാണ് എന്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇൻ വാട്ട് ടേംസ് യു ആർ തിങ്കിങ്, അതാണ് കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ദ ഐഡിയാസ് വി കം അപ്പ് വിത്ത്, അതായത് ഈ രീതിയിൽ നിങ്ങൾ ഈ ആക്ട് ഓഫ് തിങ്കിങ്ങിലൂടെ പല കാര്യങ്ങളെ ബേസ് ചെയ്ത് ചിന്തിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. യൂണിറ്റ്സ്, ക്ലാസ്സസ്, റിലേഷൻസ്, സിസ്റ്റംസ്, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ. അതായത് നിങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കാര്യം മറ്റൊരു കാര്യമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു തിങ്കിങ് ആക്ഷനിലൂടെ അല്ലെങ്കിൽ തിങ്കിങ് ആക്ട്സ് അല്ലേ, അതിലൂടെ നിങ്ങൾ ഓരോ ടേംസിൽ കാര്യങ്ങളെ കണ്ട് കൃത്യമായി അല്ലെങ്കിൽ കാര്യങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ ഫൈനലി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ പ്രോഡക്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ 3 ബേസിക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന ഡിഫറെൻറ്റ് ഓപ്പറേറ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ട് ഓഫ് തിങ്കിങ് ആണ്, അത് ഏതൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി ഹാവ് കോണ്ടന്റ്സ്. കോണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടേംസ് ഇൻ വിച്ച് വി തിങ്ക്. ആൻഡ് ഓൾസോ പ്രോഡക്ട്സ്. പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഐഡിയാസ് വി കം അപ്പ് വിത്ത്. അതായത് ഈ ഓപ്പറേഷൻസിലൂടെ ഈ കോണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഒരു ബേസിക്കലി ഈ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്ട് എന്ന് പറഞ്ഞ തിയറിയെക്കുറിച്ച് ഒരു ബേസിക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഐഡിയയിലൂടെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ക്വസ്റ്റ്യൻ വാസ് റിയലി സിമ്പിൾ. ഈ പറയുന്ന തിയറി പ്രപ്പോസ് ചെയ്തത് ആരാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ആൻഡ് ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ A. Moving to the next question. The main objective of RMSA is enhancing access to. സോ ഇത് നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ 4 മൊഡ്യൂൾസ് ആണ് യൂണിറ്റ് 4 ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ മൊഡ്യൂൾ എന്തായിരുന്നു? ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പോളിസീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, അതുപോലെ തന്നെ പോളിസീസ് റിലേറ്റഡ് ടു ദിസ് എഡ്യൂക്കേഷൻ സെക്ടർ. ആൻഡ് ഓൾസോ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടർ ആസ് എ ഹോൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്ററി ട്രേസ് ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെ, ഇവൻറ്റ്സ് എന്തൊക്കെ, ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? RMSAയുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഏത് മേഖലയിൽ ആക്സസിബിലിറ്റി കൂട്ടാനാണ്, എൻഹാൻസ് ചെയ്യാനായിട്ടാണ് RMSA ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ RMSA എന്താണ്, ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. സോ RMSAയുടെ ഫുൾ ഫോം എന്താണ്? രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ Abhiyan. So basically, this is a flagship scheme of government of India to enhance access to secondary education and improve its quality. So question ആവശ്യമായിട്ടുള്ള ആൻസർ ഇപ്പം തന്നെ നമുക്ക് കിട്ടി. ഫുൾ ഫോം ഓർത്ത് വയ്ക്കുക, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. RMSAയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാം. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ആണ്. സോ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇറ്റ് ഈസ് ഫോർമുലേറ്റഡ് ടു എൻഹാൻസ് ദി ആക്സസ് ടു സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ഇംപ്രൂവ് ഇറ്റ്സ് ക്വാളിറ്റി. സോ ബേസിക്കലി ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്യുന്നത് 2009 മാർച്ചിലാണ്. ആൻഡ് ഇതെങ്ങനെയാണ് ഈ ആക്സസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? സോ ബേസിക്കലി സെക്കൻഡറി സ്കൂളിലേക്കുള്ള എൻറോൾമെൻറ്റ് കൂട്ടുക, എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് RMSAയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതിനവർ മുമ്പോട്ട് വെക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? By providing a secondary school within reasonable distance of every home. It also aims to improve the quality of secondary education by making all secondary schools conform to prescribed norms, removing gender, socio-economic and disability barriers, and providing universal access to secondary level education. So basically നമ്മൾ പറഞ്ഞു ആക്സസ് കൂട്ടുക. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് കുട്ടികളുടെ എൻറോൾമെൻറ്റ് കൂട്ടുക. അതിനെന്താ ഇവർ പറയുന്നത്? ഓരോ വീട്ടിൽ നിന്നും ഒരു റീസണബിൾ ഡിസ്റ്റൻസ്, അതായത് കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ചെന്നെത്താൻ സാധിക്കുന്ന ഒരു ഡിസ്റ്റൻസിൽ എല്ലാ വീടുകളുടെ അടുത്ത് എന്തുണ്ടാവണം? സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞതിൻ്റെ ആശയം എന്താ? ബേസിക്കലി എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ടാവണം? സെക്കൻഡറി സ്കൂൾസ്, അതായത് കുട്ടികൾക്ക് ഈസിലി ചെന്ന് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ സെക്കൻഡറി സ്കൂൾസ് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ആക്സസ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ക്വാളിറ്റി ഈസ് അഗെയിൻ വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്താ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം. സോ ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് സെക്കൻഡറി സ്കൂൾസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുമാത്രമല്ല ഒരു തരത്തിലുള്ള ബാരിയേഴ്സും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇനിക്വാലിറ്റിയും ഈ മേഖലയിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ലെറ്റ്സ് എ ജെൻഡർ ഇനിക്വാലിറ്റി അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഇനിക്വാലിറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാരിയേഴ്സ്, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബാരിയേഴ്സ്, ഇതൊക്കെ മാറ്റി ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് എല്ലാവർക്കും സെക്കൻഡറി ലെവൽ എഡ്യൂക്കേഷനിലേക്ക് ഈക്വലി ആക്സസ് ലഭിക്കുക, ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് RMSA അല്ലെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാന്റെ
മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റനിലേക്ക് വന്നാൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് RMSA ഈസ് എൻഹാൻസിങ് ആക്സസ് ടു ഒബ്വിയസ്ലി സെക്കൻഡറി എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ബി. Moving to the next question, teaching professional norms are developed by. So again, ഈ പറയുന്ന ഡിഫറെൻറ്റ് ഇനിഷ്യേറ്റീവ്സ്, ഡിഫറെൻറ്റ് കൗൺസിൽസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിൽ. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷണൽ നോംസ്, ടീച്ചിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നോംസ് സെറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? സോ ഒബ്വിയസ്ലി ദാറ്റ് ഇസ് NCTE. NCTE എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്താ? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1973 ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് ഈ NCTE അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ നിലവിൽ വരുന്നത്. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മേഖലകളിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ള രീതി ഒരു അഡ്വൈസറി ബോഡി എന്ന തലത്തിലാണ് 1973 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപം കൊള്ളുന്നത്. പക്ഷേ ലേറ്റർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 അതിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രോഗ്രാം ഓഫ് ആക്ഷൻ ഒക്കെ സജസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാറ്റുട്ടറി സ്റ്റേറ്റസ് കൊടുത്ത് ഒരു സ്റ്റാറ്റുട്ടറി ബോഡി ആക്കി മാറ്റുക, അഡ്വൈസറി ബോഡിയിൽ നിന്ന് മാറ്റി ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് അതിൻ്റെ ഒരു സ്റ്റാറ്റുട്ടറി ബോഡി ആയിട്ട് മാറ്റുക എന്നുള്ളത് ഒരു സജഷൻ ആയിരുന്നു. അങ്ങനെ ലേറ്റർ ഇൻ 1995 17th August 1995 നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഒരു സ്റ്റാറ്റുട്ടറി ബോഡിയായി മാറുന്നത്. സോ ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആസ് എ സ്റ്റാറ്റുട്ടറി ബോഡി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ പെർസ്യൂവൻസ് of the National Council for Teacher Education Act 1993 on the 17th August 1995. So basically ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റൻ നമ്മളോട് ഈ ടീച്ചർ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷണൽ നോംസ് ഡെവലപ്പ് ചെയ്യുന്ന അതോറിറ്റി ഏതാണെന്നുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. അപ്പോൾ അത് ഒബ്വിയസ്ലി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞു, ഓർ NCTE. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ സി itself. All right. Moving to the next question, the new education policy 2020 envisages the creation of an apex body for fostering a strong research capacity and culture across higher education. The name of the proposed body is. So basically the National Education Policy 2020 നിന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ ജനുവരി 2022 സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ ഈ 2020 വന്ന ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഏകദേശം 3-4 ക്വസ്റ്റ്യൻസ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് തന്നെ ചോദിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ ആ ഒരു ഏരിയ നന്നായി ഈ എക്സാമിൽ എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇതിനകത്ത് ഒരു സാമ്പിൾ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഏത് കമ്മിറ്റിയാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 ബന്ധപ്പെട്ട സജഷൻസ് മുമ്പോട്ടേക്ക് വെച്ചത്, അതാരാണ് ചെയർ ചെയ്തത്? ഡോക്ടർ കസ്തൂരിരംഗൻ എന്നുള്ള ആൻസർ ആയിരുന്നു അതിന് വരുന്നത്. അതുപോലെ സ്ട്രക്ചർ 5+3+3+4 ആ രീതിയിൽ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചോദിച്ചിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 envisages the creation of an apex body for fostering a strong research capacity and culture across higher education. സോ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി റിസർച്ച് കപ്പാസിറ്റി അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലുള്ള റിസർച്ച് കൾച്ചർ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ മൊത്തത്തിലൊരു ഡെവലപ്മെൻറ്റ് ഹയർ എഡ്യൂക്കേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അപ്പെക്സ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സജഷൻ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഏത് കമ്മിറ്റി ആണെങ്കിൽ ഏത് കൗൺസിലാണ് അല്ലെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന അപ്പെക്സ് ബോഡിയുടെ നെയിം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ നെയിം ഓഫ് ദാറ്റ് പ്രപ്പോസ്ഡ് ബോഡി ഇസ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. സോ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The National Research Foundation will be created as an apex body for fostering a strong research culture and building research capacity across higher education. So higher educationുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ റിസർച്ച് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ റിസർച്ച് കൾച്ചർ ഡെവലപ്പ് ചെയ്യുക, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അപ്പെക്സ് ബോഡിയാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റനും അത് തന്നെയായിരുന്നു. സോ നിങ്ങൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ്, നാഷണൽ അക്രഡിറ്റേഷൻ കൗൺസിൽ. ഇതെല്ലാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇനിഷ്യേറ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ സജഷൻസ് ആയിട്ട് വന്നിട്ടുള്ള സ്കീംസും കൗൺസിൽസും പ്രോഗ്രാംസും ഒക്കെയാണ്. സോ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ LMSൽ നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ലൈവ് സെഷൻസിലും
ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ജനുവരി 2022 സെറ്റ് എക്സാമിൽ യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ചില സാമ്പിൾസ് ആണ് നമ്മൾ എടുത്തത്. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് നമ്മൾ നോക്കി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലൂടെ നമ്മൾ കൈകാര്യം ചെയ്തത്. 4 മൊഡ്യൂൾസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിലുള്ളതെന്ന് പറഞ്ഞു. ഫിലോസോഫിക്കൽ ഫൗണ്ടേഷൻസ്, സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ ആൻഡ് ഓൾസോ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിന്നെല്ലാം ക്വസ്റ്റ്യൻസും നമുക്ക് കണ്ടു അല്ലേ. അപ്പം എല്ലാ ഏരിയാസും എല്ലാ മൊഡ്യൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മീൻവൈൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മൊഡ്യൂൾസിലും ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചില ഐഡിയാസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനിയും നിങ്ങളുടെ ഈ പ്രിപ്പറേഷനിൽ നിങ്ങൾക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിൾ ബി അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹാപ്പിയാണ്. നമുക്ക് നമ്മുടെ സെറ്റ് കോച്ചിങ് അവൈലബിൾ ആണ്. ലൈവ് സെഷൻസിലൂടെ മേജർ ഏരിയാസ് കവർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു LMS പ്ലാറ്റ്ഫോം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPTs, ടെസ്റ്റ് പേപ്പേഴ്സ് തുടങ്ങി ലേണിംഗ് മെറ്റീരിയൽസ് വിവിധ മോഡൽസിൽ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലൂടെയും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സെറ്റ് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അഡ്മിഷന് എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സോ ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റ് പ്രിപ്പറേഷനിൽ വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.